Hello everyone and welcome back to my YouTube channel Digital Diaries of Lena. So നമ്മൾ BSc നഴ്സിംഗിനും മറ്റ് പാരാമെഡിക്കൽ കോഴ്സിനും അഡ്മിഷൻ ആയി അപ്ലൈ ചെയ്യുന്ന സൈറ്റ് എന്ന് പറഞ്ഞാൽ LBS ആണ്. ഇനി BSc നഴ്സിംഗിന് മാത്രമായിട്ട് വേറെ രണ്ട് വെബ്സൈറ്റുകളും ഉണ്ട്. പക്ഷേ മെറിറ്റ് സീറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ LBS വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. BSc നഴ്സിംഗിനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ബാക്കി രണ്ട് സൈറ്റുകളുടെ പേര് ഞാൻ താഴെ കൊടുക്കാം. രണ്ടും പ്രൈവറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. LBS ആണ് മെറിറ്റ് സീറ്റിലേക്കും അതേപോലെ തന്നെ NRI കോട്ടയിലേക്കും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് LBSന്റെ ആയിട്ടാണ്. എല്ലാത്തിന്റെ NRI കോട്ട വരുന്നില്ല, അത് നമ്മൾ കോളേജിൽ ചെന്ന് തിരക്കണം. ഇപ്പൊ സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഒക്കെ ആണെങ്കിൽ NRI കോട്ട നമുക്ക് LBSൽ വരുന്നുണ്ട്. BSനെ പറ്റി കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് BSc നഴ്സിംഗിനും മറ്റ് പാരാമെഡിക്കൽ കോഴ്സിനും മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LBSൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ ഡേറ്റ് വിളിച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. നമ്മൾ പൊതുവേ പറയാറ് +2 ഒരു 95% എബോയും മാർക്ക് സ്കോർ ചെയ്താലാണ് നമുക്ക് LBSൽ ഒരു ഉറപ്പ് പറയും, നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ഉറപ്പ് പറയുന്നത്. പക്ഷെ നമുക്ക് ആ മാർക്ക് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ ഒക്കത്തില്ല. ഓരോ തവണ റിസൾട്ടിനനുസരിച്ച് അത് മാർക്ക് കൊണ്ടേയിരിക്കും. കഴിഞ്ഞ വർഷമാണ് ഞാൻ കയറിയത്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ആയിരുന്നു. ഈ 95ഉം അതിന് എബോയും ഉള്ളവർക്ക് പോലും മൊത്തം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ ഒക്കത്തില്ല, കാരണം ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. അതിന്റെ മുമ്പത്തെ വർഷവും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ അത്രയും കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഓരോ വർഷവും ഈ മാർക്കിന്റെ അനുസരിച്ച് +2ന്റെ ഒരു റിസൾട്ടിനനുസരിച്ച് ഈ 95% എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. പക്ഷെ നമ്മൾ പൊതുവേ പറയുന്നതാണ് ഒരു 95 അതിന്റെ എബോ ആണെങ്കിൽ നമുക്ക് എന്തായാലും LBS കിട്ടും എന്നുള്ളത്. കഴിഞ്ഞ 2 വർഷം നമുക്കറിയായിരുന്നു നല്ല വിജയ ശതമാനമായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. ഈ വർഷം പൊതുവെ എല്ലാരും പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ +2 ഭയങ്കര പാടായിരുന്നു, എക്സാംസ് പാടായിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ റിസൾട്ട് കുറവായിരിക്കും. അപ്പോഴത്തേക്ക് അത്രയും കോമ്പറ്റീഷൻ വരാൻ സാധ്യതയില്ല കഴിഞ്ഞ 2 വർഷങ്ങളുടെ അനുസരിച്ച്. അപ്പൊ നിങ്ങൾക്ക് ഈ 95% എന്നുള്ളത് ചിലപ്പോൾ കൂടാം കുറയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് റിസർവേഷൻ കാറ്റഗറി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 95% ഇല്ല, അതിലും കുറവാണെങ്കിലും റിസർവേഷൻസ് ഒക്കെ ഉള്ളവർക്ക് കിട്ടും. LBS വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കി രണ്ട് വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. പക്ഷെ LBS വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നെങ്കിൽ ഫീസിൽ ഇളവുകളുണ്ട്, പിന്നെ വേറെ പല സ്കോളർഷിപ്പുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. LBSലൂടെയാണ് നമുക്ക് ഗവൺമെന്റ് കോളേജുകളിൽ സീറ്റ് കിട്ടുന്നത്. അപ്പൊ അവിടെ ഗവൺമെന്റ് കോളേജും ഉണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളുടെ മെറിറ്റ് സീറ്റും ഉണ്ട്. എല്ലാ പ്രൈവറ്റ് കോളേജിനും ഇത്ര ശതമാനം പ്രൈവറ്റ് ആയിട്ടും ഇത്ര ശതമാനം മെറിറ്റ് ആയിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ആ മെറിറ്റ് സീറ്റ് നമുക്ക് LBS വഴിയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. LBSൽ ആദ്യം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നമ്മൾ പോയി അപ്ലൈ ചെയ്യും. അത് നമ്മുടെ +2 റിസൾട്ട് എല്ലാം വെച്ചിട്ടാണ്, നമ്മൾ +2ന്റെ മാർക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഈ നമ്മുടെ +2ന്റെ മാർക്ക് എല്ലാം കൂടി വെച്ചിട്ട് അവരൊരു ഇൻഡെക്സ് സ്കോർ എല്ലാവർക്കും കണ്ടുപിടിക്കും. അതെന്ന് പറഞ്ഞാൽ 300ലാണ് നമ്മുടെ +2ല് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാർക്ക് വെച്ചിട്ട് ഒരു ഇൻഡെക്സ് സ്കോർ കണ്ടുപിടിക്കും. സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ആ ഇൻഡെക്സ് സ്കോർ വെച്ചിട്ട് എല്ലാവർക്കും ഒരു റാങ്ക് ലിസ്റ്റ് ഇടും. ആ റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിലാണ് പിന്നെ നമുക്ക് അലോട്ട്മെന്റുകൾ വരുന്നത്. പിന്നെ ഓരോ അലോട്ട്മെന്റുകളാണ്, ട്രയൽ അലോട്ട്മെന്റ് കാണും, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെന്റുകളൊക്കെ കാണും. ഈ ഓരോ അലോട്ട്മെന്റിലും നമുക്ക് കുറച്ച് കോളേജസ് വെച്ച് കൊടുക്കാം, നമുക്ക് താല്പര്യമുള്ള കോളേജസ് എല്ലാം വെച്ച് കൊടുക്കാവുന്നതാണ്. അതിൽ നമുക്ക് ഗവൺമെന്റ് കോളേജസും പ്രൈവറ്റ് കോളേജസും നമുക്ക് ഇഷ്ടമുള്ള എത്ര എണ്ണം വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ, അതിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് കോളേജസ് ഒക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. PNC മാക് പോലുള്ള വെബ്സൈറ്റിൽ ഏതാണ്ട് 10 കോളേജസ് അങ്ങാണ്ടേ വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ LBSൽ അങ്ങനെയല്ല, നമുക്ക് എത്ര നമ്പർ കോളേജസ് വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ റാങ്കിന്റെയും നമ്മുടെ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെയും എല്ലാത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത്. അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് നമുക്ക് അവിടെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ടോക്കൺ ഫീ അടയ്ക്കണം. ടോക്കൺ ഫീ 25,000 രൂപയാണ് വരുന്നത്. 25,000 രൂപ ടോക്കൺ ഫീ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് അവിടെ സെക്യൂർ ആയി, വേറെ ആരും കൊണ്ടുപോകത്തില്ല. നമ്മൾ അടച്ചില്ലെങ്കിൽ നമുക്ക് ആ സീറ്റ് വേണ്ടെന്നാണ് അർത്ഥം. ഒരു സ്പെസിഫിക് ഡേറ്റ് തരും, അതിനുള്ള പേയ്മെന്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് അടുത്ത ആൾക്ക് പോകും അടുത്ത അലോട്ട്മെന്റിൽ. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് 800 രൂപയാണ്, SC ST കാറ്റഗറിക്ക് 400 രൂപയാണ്. SC ST ഒഴിച്ച് ബാക്കി ഏത് കാസ്റ്റ് ഉള്ളവരെയും ജനറൽ കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്ന ഈ ആപ്ലിക്കേഷന്റെ ഫീസ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ബാക്കി എല്ലാവർക്കും SC ST ഒഴിച്ച് ബാക്കി എല്ലാവർക്കും 800 രൂപയും SC STക്ക് മാത്രം 400 രൂപയാണ്. ഇനി നമുക്ക് ഈ ഫീസ് ഓൺലൈൻ ആയിട്ട് അയക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ ചെല്ലാൻ മുഖേന നമുക്ക് അയക്കാവുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ LBSലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് 14 മുതൽ ജൂൺ 7 വരെയാണ് നമുക്ക് LBSലോട്ട് നഴ്സിംഗിന് വേണ്ടിയും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസിന് വേണ്ടിയും അപ്ലൈ ചെയ്യാവുന്നത്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് വന്ന ഉടനെ നിങ്ങളുടെ റിസൾട്ടും ബാക്കി ഡീറ്റെയിൽസും പിന്നെ നിങ്ങളുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ രേഖകളും എല്ലാം റെഡിയാക്കി ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ പോയി അപ്ലൈ ചെയ്യുക.
ഇപ്പം ഈ ജൂൺ 7 എന്നുള്ള ഡേറ്റ് ചിലപ്പോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, എപ്പോഴേ സാധ്യതയുള്ളൂ. ഞങ്ങൾക്ക് നീട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അവർ നീട്ടും, ചിലപ്പോൾ നീട്ടാതിരിക്കാം. മാക്സിമം നിങ്ങൾ ജൂൺ 7 മുമ്പ് തന്നെ പോയി അപ്ലൈ ചെയ്ത് വെക്കുക. പിന്നെ LBSന് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഇരിക്കരുത്. കാരണം നമ്മുടെ അഡ്മിഷൻ എന്നുള്ള നമ്മുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു വർഷം വേസ്റ്റ് ആയി പോകും. നമുക്ക് കോമ്പറ്റീഷന്റെ ലെവൽ എത്രയാണെന്ന് അറിയത്തില്ല. കാരണം ഇപ്പൊ നീറ്റ് ടഫ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കോമ്പറ്റീഷൻ എത്രത്തോളം കാണുമെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം LBSൽ BSc നഴ്സിംഗിന് മാത്രം വേണ്ടുന്നവരല്ല കാണുന്നത്, ബാക്കി ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയവർ കാണും. അവർക്ക് അതിൽ സീറ്റ് ഉറപ്പാക്കാൻ വേണ്ടി അവർക്കും ഇത് തന്നെയാണ്. അവർക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ സീറ്റ് കിട്ടണം. അതിലുണ്ടോ ഇല്ലേന്ന് അവർക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് അവരെന്തോ ആയാലും LBSനും അപ്ലൈ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സീറ്റ് എന്നുള്ള നമ്മുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് LBSൽ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ബാക്കി ഞാൻ പറഞ്ഞ 2 BSc നഴ്സിംഗിന്റെ സൈറ്റ് ഉണ്ട് മാനേജ്മെന്റിലുള്ള. എനിക്ക് തോന്നുന്നു LBSൽ മെറിറ്റ് സീറ്റിൽ മാനേജ്മെന്റിൽ കിട്ടുന്നതും മറ്റേതില് മാനേജ്മെന്റിൽ കിട്ടുന്നതും വലിയ ഫീസ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഏതാണ്ട് സെയിം ഫീസ് ഡിഫറൻസ് ആണ്, ഏതാണ്ട് സെയിം ഫീസ് ആണ് ആ ഒരു റേഞ്ച് വരുന്നത്. അതുകൊണ്ട് ബാക്കി 2 സൈറ്റുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കി 2 സൈറ്റുകളിൽ അപ്ലൈ ചെയ്യുക, പിന്നെ വേറെ കോഴ്സുകളിലും എല്ലാം അപ്ലൈ ചെയ്തിടുക. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ LBSൽ മാത്രമല്ലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഡിഗ്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് LBS കിട്ടുമെന്നുള്ളത് ഞാൻ മുമ്പത്തെ വർഷത്തെ റാങ്ക് ലിസ്റ്റ് എല്ലാം എടുത്ത് ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചിട്ടാണ്. എനിക്ക് കിട്ടുമെന്ന് ഭയങ്കര ഉറപ്പായിരുന്നു. കാരണം എന്റെ മാർക്ക് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് എല്ലാം തപ്പിപ്പറക്കി ഓരോ കോളേജ്, എനിക്ക് വേണ്ടുന്ന കോളേജുകളിലൊക്കെ എത്രയായിരുന്നു മാർക്ക്, ഏത് ഇൻഡെക്സിൽ ഏത് കാറ്റഗറിയിലുള്ളവർക്ക് എവിടം വരെയൊക്കെ കിട്ടി എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് എന്തുമായാലും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അതേപോലെ അല്ലായിരുന്നു കോമ്പറ്റീഷൻ. ഭയങ്കര വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു ഞങ്ങൾ കയറിയ സമയത്ത്. റാങ്ക് ലിസ്റ്റിലൊക്കെ ഭയങ്കര വലിയ വേരിയേഷൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് 2 മാർക്കായിരുന്നു ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞിരുന്നത്. എനിക്ക് 300, 298 എന്റെ ഇൻഡെക്സ് മാർക്ക്. ഈ 2 മാർക്ക് കുറഞ്ഞിട്ട് എന്റെ റാങ്ക് ലിസ്റ്റ് ഏതാണ്ട് 1000, 2000 സംതിങ് റേഞ്ചിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. 3 മാർക്കൊക്കെ കുറഞ്ഞവരുടെ റാങ്ക് 3000-ലും 4000-ലും ഒക്കെ പോയി. അത്രയും ഫുൾ മാർക്ക് ഉള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച കണക്ക് എനിക്കൊരു ഗവൺമെന്റ് കോളേജിൽ കിട്ടിയില്ല. അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ എത്ര ഉണ്ടെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ LBSന് മാത്രം കൊടുക്കാതെ വേറെ പലതിനെങ്കിലും കൊടുത്തിടുക. എനിക്ക് ഡിഗ്രിക്ക് കിട്ടിയായിരുന്നു, പിന്നെ ഞാൻ അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് വന്നതാണ്. പിന്നെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എനിക്ക് BSc നഴ്സിംഗ് മതി. പിന്നെ അങ്ങനെ ഞാൻ ഉറപ്പിച്ചു, കാരണം എനിക്ക് ഡിഗ്രിയോട് എന്തോ അപ്പൊ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അത് കളഞ്ഞിട്ട് പിന്നെ എന്തുവായാലും നഴ്സിംഗ് തന്നെ എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. അപ്പൊ ഇതാണ് പുതിയ അപ്ഡേറ്റ്സ് ആണ്. അപ്പൊ നഴ്സിംഗിനെ പറ്റിയൊക്കെയുള്ള ഒരു പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ ഞാൻ ഈ ചാനലിലൂടെ പറയുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.